ജീവനോടെ ഇരിക്കുന്നതിന് ഞാൻ ആരോടാണ് നന്ദി പറയേണ്ടത്? അറിയില്ല. ഒരുപക്ഷെ ആ KSRTC ഡ്രൈവറോട്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഭയത്തോട്. അന്ന് രാത്രി ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. നോക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ കുറിപ്പെഴുതാൻ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. എൻ്റെ തോളിന് താഴെ ഇപ്പോഴുമുള്ള ആ 3 നഖപ്പാടുകൾ അതിന് സാക്ഷിയാണ്. മായാത്ത പാടുകൾ. ചില രാത്രികളിൽ ആ പാടുകളിൽ ഇപ്പോഴും കൊടും തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഞാൻ ജനലുകളെല്ലാം ഭദ്രമായി അടയ്ക്കും, ലൈറ്റുകൾ മുഴുവനും ഇടും. എന്നിട്ടും എൻ്റെ വിറയൽ മാറില്ല. കാരണം ആ രാത്രി ഞാൻ കണ്ടതും കേട്ടതും എൻ്റെ യുക്തിക്ക് നിരക്കുന്നതായിരുന്നില്ല. സമയം രാത്രി 11:30. കോട്ടയം ഡിപ്പോ, 3-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇടുക്കിയിലേക്കുള്ള ലാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കിടക്കുകയായിരുന്നു. വലിയ ശബ്ദം. പഴയ അശോക് ലൈലാൻഡ് വണ്ടിയാണ്. ഇരുമ്പ് ബോഡി മുഴുവൻ വിറയ്ക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോമിൽ വലിയ തിരക്കില്ല. രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് വണ്ടിയുടെ ഇരമ്പൽ മാത്രം. എനിക്ക് വേഗം നാട്ടിലെത്തണം. വീട്ടിൽ നിന്നുള്ള ഫോൺ കോൾ എന്നെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. അച്ഛന് പെട്ടെന്ന് സുഖമില്ലാതായി. ആശുപത്രിയിലാണ്. രാവിലെ തന്നെ എത്തണം. വേറെ വഴിയില്ല. ഈ വണ്ടി കിട്ടിയേ തീരൂ. ഞാൻ ബസ്സിലേക്ക് കയറി. ഡീസലിൻ്റെ രൂക്ഷഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറി. കൂടെ പഴയ റെക്സിൻ സീറ്റുകളുടെ ഗന്ധവും. വണ്ടിയിൽ വലിയ തിരക്കില്ല. മുന്നിലെ സീറ്റുകളിൽ കുറച്ചുപേർ ഉറങ്ങുന്നുണ്ട്. ഒരാൾ ജനലിലേക്ക് തലവെച്ച് കൂർക്കം വലിക്കുന്നു. ഒരു പ്രായമുള്ള സ്ത്രീ തലവഴി ഷാൾ പുതച്ചിരിക്കുന്നു. ഞാൻ നടന്നു പുറകിലേക്ക്. വലതുവശത്തെ സിംഗിൾ സീറ്റാണ് എൻ്റെ ലക്ഷ്യം. 8-ാമത്തെ നിര. ആ സീറ്റിൽ ചെന്നിരുന്നു. എൻ്റെ പുറകിൽ ആരുമില്ല. 10-ാമത്തെ നിര മുതൽ പുറകിലേക്ക് മുഴുവൻ കാലിയാണ്. ഇരുട്ടാണ് ആ ഭാഗത്ത്. ക്യാബിനിലെ മങ്ങിയ മഞ്ഞ വെളിച്ചം അവിടേക്ക് എത്തുന്നില്ല. കണ്ടക്ടർ വന്നു. എവിടേക്കാ? അയാൾ ചോദിച്ചു. ശബ്ദത്തിൽ നല്ല ക്ഷീണമുണ്ട്. കട്ടപ്പന, ഞാൻ മറുപടി പറഞ്ഞു. അയാൾ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. കണ്ണുകൾ വല്ലാതെ ചുവന്നിരുന്നു. ഉറക്കച്ചടവല്ല, എന്തോ ഭയം പോലെ. അയാൾക്ക് എന്നോട് എന്തോ പറയണമെന്നുണ്ടായിരുന്നു. ചുണ്ടുകൾ അനങ്ങി, പക്ഷെ ഒന്നും പറഞ്ഞില്ല. കയ്യിലെ മെഷീനിൽ നിന്ന് ടിക്കറ്റ് കീറി തന്നു. എന്നിട്ട് വേഗം മുന്നിലേക്ക് നടന്ന് ഡ്രൈവറുടെ ക്യാബിനോട് ചേർന്നുള്ള സീറ്റിൽ പോയിരുന്നു. അയാൾ എന്തിനാണ് അങ്ങനെ നോക്കിയത്? എനിക്കറിയില്ല. ഞാനത് കാര്യമാക്കിയില്ല. എനിക്ക് എൻ്റെ അച്ഛൻ്റെ കാര്യമായിരുന്നു ചിന്ത. 2 പ്രാവശ്യം ബെൽ മുഴങ്ങി. വണ്ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറകോട്ടെടുത്തു. എയർ ബ്രേക്കുകളുടെ വലിയ ചീറ്റൽ. പിന്നെ മുന്നോട്ട്. കോട്ടയം നഗരം ഉറങ്ങിക്കഴിഞ്ഞു. തെരുവിളക്കുകൾ മാത്രം ബാക്കി. കടകളെല്ലാം അടച്ചിരിക്കുന്നു. റോഡിൽ വാഹനങ്ങൾ കുറവാണ്. വണ്ടി വേഗതയെടുത്തു. ജനലിലൂടെ തണുത്ത കാറ്റ് അടിച്ചു കയറാൻ തുടങ്ങി. ഞാൻ ഷട്ടർ പകുതി താഴ്ത്തി. ഇരുമ്പ് ഫ്രെയിം വലിയ ശബ്ദത്തോടെ താഴേക്ക് വീണു. വണ്ടിയുടെ ഓരോ കുലുക്കത്തിലും ഷട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. കിരുകിരിപ്പ് ശബ്ദം. അതുവല്ലാത്തൊരു അലോസരമായിരുന്നു. ഏറ്റുമാനൂർ കഴിഞ്ഞു. പാലാ റോഡിലേക്ക് വണ്ടി തിരിഞ്ഞു. വേഗത കൂടി. ഡ്രൈവർ നല്ല പരിചയമുള്ള ആളാണെന്ന് തോന്നുന്നു. വളവുകളിൽ വണ്ടി അധികം കുലുങ്ങിയില്ല. ഞാൻ ഫോൺ എടുത്തു. അച്ഛൻ്റെ വിവരങ്ങളറിയാൻ ചേട്ടനെ വിളിച്ചു. ഫോൺ എടുക്കുന്നില്ല. സമയം രാത്രി 12:30 കഴിഞ്ഞു. അവർ ഉറങ്ങിയോ? അതോ അച്ഛൻ്റെ അവസ്ഥ മോശമായോ? എൻ്റെ ചിന്തകൾ കാടുകയറി. നെഞ്ചിടിപ്പ് കൂടി. ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചു. പ്രതികരണമില്ല. ഫോൺ പോക്കറ്റിലിട്ടു. കണ്ണുകൾ അടച്ചു. ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ ഉറക്കം വന്നില്ല. മനസ്സ് മുഴുവൻ അനാവശ്യ ചിന്തകളായിരുന്നു. പാലാ ടൗൺ പിന്നിട്ടു. ഇനി ഈരാറ്റുപേട്ട. അവിടെ നിന്നാണ് യഥാർത്ഥ കയറ്റം തുടങ്ങുന്നത്. റോഡിൻ്റെ ഇരുവശത്തും ഇരുട്ട് കനത്തു. മരങ്ങളുടെ വലിയ നിഴലുകൾ റോഡിലേക്ക് വീണ് കിടന്നു. ഇടയ്ക്കിടെ എതിരെ വരുന്ന വണ്ടികളുടെ വെളിച്ചം മാത്രം. ആ വെളിച്ചം വണ്ടിക്കുള്ളിലൂടെ കടന്നു പോകുമ്പോൾ യാത്രക്കാരുടെ മുഖങ്ങൾ തിളങ്ങും. പിന്നെ വീണ്ടും ഇരുട്ട്. തണുപ്പ് കൂടിക്കൂടി വന്നു. ഞാൻ ജാക്കറ്റിൻ്റെ സിബ് മുകളിലേക്ക് വലിച്ചിട്ടു. കയറ്റം തുടങ്ങി. എഞ്ചിൻ്റെ ശബ്ദം മാറി. ഗിയർ മാറ്റുന്ന ശബ്ദം ഉച്ചത്തിൽ കേട്ടു. വണ്ടി കിതയ്ക്കുന്നുണ്ട്. ആനത്താര. റോഡരികിലെ വലിയ ബോർഡ് വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ മിന്നി മറഞ്ഞു. ഇനി വനമേഖലയാണ്. ഇരുവശത്തും കൊടുങ്കാട്. ഒരു വശത്ത് വലിയ കൊക്ക, അഗാധമായ ഗർത്തങ്ങൾ. മറുവശത്ത് കൂറ്റൻ പാറക്കെട്ടുകൾ. കോടമഞ്ഞിറങ്ങി തുടങ്ങിയിരുന്നു. റോഡ് കാണാൻ കഴിയാത്ത വിധം മഞ്ഞ്. ഡ്രൈവർ ഫോഗ് ലാമ്പ് ഇട്ടു.
മഞ്ഞ വെളിച്ചം മഞ്ഞിലേക്ക് തുളച്ചു കയറാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. വണ്ടിയുടെ വേഗത കുറഞ്ഞു. വളരെ സൂക്ഷിച്ചാണ് ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത്. ഞാൻ വീണ്ടും ഫോൺ എടുത്തു. സിഗ്നൽ നോക്കി. 4G മാറി E ആയി. നിമിഷങ്ങൾക്കകം അതും പോയി. നോ സർവീസ് എന്ന് സ്ക്രീനിൽ തെളിഞ്ഞു. എനിക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ തോന്നി. ഇനി ലോകവുമായി ഒരു ബന്ധവുമില്ല. ഈ ഓടുന്ന ഇരുമ്പുകൂട്ടിൽ ഞാൻ തനിച്ചാണ്. ബാക്കിയുള്ളവരെല്ലാം ഉറക്കത്തിലാണ്. കാടിൻ്റെ നിശബ്ദത വണ്ടിയുടെ ശബ്ദത്തെ വിഴുങ്ങാൻ ശ്രമിക്കുന്നത് പോലെ. ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. കൂരിരുട്ട്. മരങ്ങളുടെ രൂപങ്ങൾ മാത്രം അവ്യക്തമായി കാണാം, പ്രേതരൂപങ്ങളെ പോലെ. പെട്ടെന്നാണ് ഞാൻ ആ ശബ്ദം കേട്ടത്. വളരെ നേർത്തൊരു ശബ്ദം. എൻ്റെ തൊട്ടുപുറകിൽ നിന്ന്, 10ാമത്തെ നിരയിൽ നിന്ന് ഒരു ഉരസൽ. നഖം കൊണ്ടുരസുന്നതുപോലെ. റക്സൻ സീറ്റിൽ എന്തോ ചുരണ്ടുന്നു. ഞാൻ കാതോർത്തു. വണ്ടിയുടെ ഇരമ്പലിനിടയിലും ആ ശബ്ദം എനിക്ക് വ്യക്തമായി കേൾക്കാം. അതൊരു താളത്തിലായിരുന്നു, ഇടവിട്ടിടവിട്ട്. ഞാൻ തിരിഞ്ഞു നോക്കാനാഞ്ഞു. പിന്നെ വേണ്ടെന്ന് വെച്ചു. ഒരുപക്ഷെ എലിയാകാം. ഇത്തരം പഴയ വണ്ടികളിൽ എലികൾ സാധാരണമാണ്. സീറ്റിനടിയിലെ എന്തെങ്കിലും ഭക്ഷണപ്പൊതികൾ കരണ്ട് തിന്നുന്നതാകും. ഞാൻ എൻ്റെ യുക്തിയെ കൂട്ടുപിടിച്ച് ഭയത്തെ അകറ്റാൻ ശ്രമിച്ചു. പക്ഷെ ആ ശബ്ദം നിന്നില്ല. അത് കൂടി വന്നു. അതിൻ്റെ താളം മാറി. കൂടുതൽ വേഗത്തിലായി, കൂടുതൽ ശക്തിയോടെ. അതൊരെലിയല്ല, എനിക്കുറപ്പായി. എലിയുടെ പല്ലുകൾക്ക് ഇത്രയും വലിയ ശബ്ദമുണ്ടാക്കാൻ കഴിയില്ല. ഇത് നഖങ്ങളാണ്. മനുഷ്യൻ്റെ നഖങ്ങൾ. അല്ലെങ്കിൽ മറ്റെന്തോ ജീവിയുടെ. സീറ്റിലെ റക്സിൻ കീറുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. എൻ്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. തൊണ്ട വരണ്ടു. ഞാൻ വെള്ളം കുടിക്കാൻ കുപ്പി തുറന്നു. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കോട്ടയത്ത് നിന്ന് കയറുമ്പോൾ ആ ഭാഗത്ത് ആരുമുണ്ടായിരുന്നില്ല. ഞാൻ കണ്ടതാണ്. എനിക്ക് നല്ല ഉറപ്പാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്തിയോ? ആരെങ്കിലും കയറിയോ? ഇല്ല, എനിക്കറിയാം. വണ്ടി എങ്ങും നിർത്തിയിട്ടില്ല. പിന്നെ ആരാണ് അവിടെ ഇരിക്കുന്നത്? എൻ്റെ തലച്ചോർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഉത്തരങ്ങളില്ല. എനിക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കണം. അവിടെ ആരാണെന്ന് കാണണം. പക്ഷെ എൻ്റെ കഴുത്തനങ്ങുന്നില്ല. ആരോ എൻ്റെ പേശികളെ മരവിപ്പിച്ചതുപോലെ. ഭയം എന്നെ കീഴടക്കി കഴിഞ്ഞിരുന്നു. ഞാൻ പതിയെ മുന്നോട്ട് നോക്കി. കണ്ടക്ടറുടെ സീറ്റ്. അയാൾ ഉറങ്ങുകയാണോ? അല്ല, അയാൾ നേരെ ഇരിക്കുന്നുണ്ട്. ക്യാബിനിലെ മങ്ങിയ വെളിച്ചത്തിൽ അയാളുടെ മുഖം എനിക്ക് വശത്തുനിന്നും കാണാം. അയാൾ വിയർക്കുന്നുണ്ട്. ഈ കൊടുന്തണുപ്പിലും അയാളുടെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ തിളങ്ങുന്നു. അയാളുടെ ശരീരം വിറയ്ക്കുന്നുണ്ട്. കൈകൾ സീറ്റിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. കണ്ണുകൾ തുറിച്ചു നിൽക്കുന്നു. അയാൾ പുറകിലേക്ക് നോക്കുന്നേയില്ല, ഒരു തവണ പോലും. അയാൾക്കറിയാം അവിടെ എന്തോ ഉണ്ടെന്ന്. ഞാൻ ഡ്രൈവറെ നോക്കി. അയാളുടെ കണ്ണുകൾ റോഡിൽ മാത്രമാണ്. വലിയ റിയർവ്യൂ മിറർ അയാൾക്ക് മുകളിലുണ്ട്. അതിലൂടെ നോക്കിയാൽ ബസ്സിൻ്റെ ഉൾഭാഗം മുഴുവനും കാണാം. പക്ഷേ അയാൾ മിററിലേക്ക് നോക്കുന്നേയില്ല. മുകളിലേക്ക് നോക്കുന്നത് അയാൾ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. ഈ ഹൈ റേഞ്ച് ഡ്രൈവർമാർക്ക് എന്തൊക്കെയോ അറിയാം. രാത്രിയുടെ രഹസ്യങ്ങൾ, കാടിൻ്റെ നിയമങ്ങൾ. അവർ അത് പുറത്തു പറയില്ല. സ്വന്തം ജീവൻ രക്ഷിക്കാൻ അവർ കണ്ടെത്തിയ വഴികൾ. അതവരെ പിന്തുടരുകയാണ്. നോക്കാതിരിക്കുക, പ്രതികരിക്കാതിരിക്കുക. പെട്ടെന്ന് ആ ഉരസൽ ശബ്ദം നിന്നു. പൂർണ്ണമായ നിശബ്ദത. വണ്ടിയുടെ എൻജിൻ ശബ്ദം മാത്രം. എനിക്ക് ആശ്വാസം തോന്നി. എലിയാകും. അത് പേടിച്ചിട്ടുണ്ടാകും. ഞാൻ ദീർഘമായി നിശ്വസിച്ചു. പക്ഷെ എൻ്റെ ആശ്വാസം നിമിഷങ്ങൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. തണുപ്പ് പെട്ടെന്ന് വല്ലാതെ കൂടി. പുറത്തുനിന്നുള്ള മഞ്ഞിൻ്റെ തണുപ്പല്ല, ഇത് മറ്റൊരു തണുപ്പാണ്. മരവിപ്പിക്കുന്ന തണുപ്പ്, ശ്വാസം മുട്ടിക്കുന്ന തണുപ്പ്. എൻ്റെ വായിൽ നിന്നും പുക വരാൻ തുടങ്ങി. എൻ്റെ കൈകാലുകൾ മരവിച്ചു. എൻ്റെ പിൻകഴുത്തിലൊരു തണുത്ത കാറ്റ് വന്നു തട്ടി. തണുത്ത ഈർപ്പമുള്ള കാറ്റ്. അതൊരു ശ്വാസമായിരുന്നു. എൻ്റെ തൊട്ടുപുറകിൽ ആരോ എൻ്റെ ചെവിയോട് ചേർന്ന് ശ്വാസമെടുക്കുന്നു. എനിക്ക് ആ ശ്വാസത്തിൻ്റെ ഗന്ധം കിട്ടി. മണ്ണെണ്ണയുടെയും കരിഞ്ഞ മാംസത്തിൻ്റെയും ഗന്ധം. എനിക്ക് ഓക്കാനം വന്നു. എൻ്റെ ഹൃദയമിടിപ്പെൻ്റെ ചെവികളിൽ മുഴങ്ങി. ഞാൻ കണ്ണുകൾ ഇറുകി അടച്ചു. ഈശ്വര, എന്നെ രക്ഷിക്കണേ, ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് വലിയൊരു ശബ്ദം. എയർ ബ്രേക്കുകൾ ഒന്നിച്ചമർന്നു. ടയറുകൾ ടാറിട്ട റോഡിൽ ഉരസി വലിയ ശബ്ദമുണ്ടാക്കി. ഞാൻ മുന്നോട്ട് തെറിച്ചു വീഴാൻ പോയി. മുന്നിലെ ഇരുമ്പ് കമ്പിയിൽ ഞാൻ മുറുകെ പിടിച്ചു.
വണ്ടി നിന്നു. റോഡിൻ്റെ നടുവിൽ, ചുറ്റും കൊടുങ്കാട്, കോടമഞ്ഞ്. എന്താണ് സംഭവിച്ചത്? വണ്ടി കേടായോ? ആരെങ്കിലും കുറുകെ ചാടിയോ? വണ്ടിയിലുള്ളവരെല്ലാം ഞെട്ടിയുണർന്നു. എന്താ എന്താ നിർത്തിയത്? ഒരാൾ വിളിച്ചു ചോദിച്ചു. ഡ്രൈവർ ഒന്നും മിണ്ടിയില്ല. അയാൾ നിശ്ചലനായി പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അയാളുടെ ശരീരം വിറയ്ക്കുന്നുണ്ട്. കണ്ടക്ടർ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. അയാളുടെ മുഖം വിളറി വെളുത്തു. അയാൾ വിറയ്ക്കുന്ന കൈകളോടെ ഡ്രൈവറുടെ അടുത്തേക്ക് ചെന്നു. എന്താ എന്താ അണ്ണാ? കണ്ടക്ടർ ചോദിച്ചു. ഡ്രൈവർ പതിയെ തല ഉയർത്തി. മുന്നിലെ വലിയ ചില്ലിലൂടെ പുറത്തേക്ക് ചൂണ്ടി. ഞാൻ മുന്നോട്ട് നോക്കി. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മഞ്ഞിൽ തട്ടി നിൽക്കുന്നു. ആ വെളിച്ചത്തിന് നടുവിൽ, റോഡിൻ്റെ ഒത്ത നടുവിൽ ഒരാൾ നിൽക്കുന്നു. ഒരു സ്ത്രീ, വെള്ള നിറത്തിലുള്ള വസ്ത്രം, മുടി മുന്നോട്ടിട്ടിരിക്കുന്നു. മുഖം കാണുന്നില്ല. ആ രൂപം അനങ്ങുന്നില്ല. മഞ്ഞിലൂടെ ആ വെളിച്ചത്തിൽ ആ രൂപം തിളങ്ങുന്നുണ്ടായിരുന്നു. അത് വായുവിൽ ഒഴുകി നിൽക്കുന്നത് പോലെ. എൻ്റെ ശ്വാസം നിലച്ചു. വണ്ടിയിലുള്ളവർ അലറിക്കരയാൻ തുടങ്ങി. ഡ്രൈവർ ഗിയർ പുറകോട്ടിട്ടു. വണ്ടി പുറകോട്ടെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻജിൻ നിന്നുപോയി. ഡ്രൈവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. താക്കോൽ തിരിച്ചിട്ടും ഒരു പ്രതികരണവുമില്ല. ബാറ്ററി ഡൗൺ ആയതുപോലെ. വണ്ടി പൂർണ്ണമായി നിശ്ചലമായി. പുറത്തെ മഞ്ഞ് വണ്ടിക്കുള്ളിലേക്ക് കയറാൻ തുടങ്ങി. ആ സ്ത്രീരൂപം പതിയെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഞങ്ങളുടെ വണ്ടിക്ക് നേരെ. കാൽപാദങ്ങൾ റോഡിൽ തൊടുന്നില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാനത് വീണ്ടും കേട്ടത്. എൻ്റെ പുറകിൽ 10ാമത്തെ നിരയിൽ നിന്ന് ആ ഉരസൽ ശബ്ദം. ഇത്തവണ അത് വെറും ഒരു ഉരസലായിരുന്നില്ല. അതൊരു ചിരിയായിരുന്നു. വളരെ നേർത്ത, അവ്യക്തമായൊരു ചിരി. എന്നെ പരിഹസിക്കുന്നത് പോലെയുള്ള ഒരു ചിരി. മുന്നിൽ അഭയാനകമായ രൂപം. പുറകിൽ അദൃശ്യനായ മറ്റൊരു സാന്നിധ്യം. ഈ ഹൈറേഞ്ചിലെ ഇരുട്ടിൽ, സിഗ്നലില്ലാത്ത ഈ കാടിന് നടുവിൽ ഞങ്ങൾ പെട്ടിരിക്കുന്നു. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ആ ചിരി കൂടുതൽ ഉച്ചത്തിലായി. എൻ്റെ കഴുത്തിലെ തണുത്ത ശ്വാസം കൂടുതൽ ശക്തി പ്രാപിച്ചു. ആ രൂപം വണ്ടിയുടെ തൊട്ടുമുന്നിലെത്തിക്കഴിഞ്ഞിരുന്നു. എന്നിട്ടത് വണ്ടിയുടെ മുൻവശത്തെ ചില്ലിനോട് ചേർന്ന് നിന്നു. വണ്ടിക്കുള്ളിലെ നിലവിളികൾ അപ്പോഴേക്കും അവസാനിച്ചിരുന്നു. ഭയം അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ മനുഷ്യൻ്റെ ശബ്ദമില്ലാതാകും. തൊണ്ടയിൽ കുരുങ്ങുന്ന വായു മാത്രം ബാക്കിയാകും. ഡ്രൈവർ 2 കൈകളും കൊണ്ട് മുഖം പൊത്തി സ്റ്റിയറിങ്ങിൽ കിടക്കുകയാണ്. കണ്ടക്ടർ തൻ്റെ സീറ്റിനടിയിലേക്ക് പൂർണ്ണമായും ചുരുണ്ടുകൂടിയിരുന്നു. എൻ്റെ കണ്ണുകൾ മുൻവശത്തെ ആ രൂപത്തിൽ തറച്ചു നിന്നു. അതിന് മുഖമില്ലായിരുന്നു. വെളുത്ത വസ്ത്രം മാത്രം. മഞ്ഞിൽ കുതിർന്ന പഴകി ദ്രവിച്ച വസ്ത്രം. കാറ്റില്ലാതിരുന്നിട്ടും ആ വസ്ത്രം വായുവിൽ പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ രൂപം ഒരു കൈ ഉയർത്തി ചില്ലിൽ പതുക്കെ തൊട്ടു. വല്ലാത്തൊരു തണുപ്പ് വണ്ടിക്കുള്ളിലേക്ക് ഇരച്ചു കയറി. പുറത്തെ മഞ്ഞിനേക്കാൾ ഭയാനകമായ തണുപ്പ്. ജനൽ ചില്ലുകളിൽ ഐസ് പാളികൾ രൂപപ്പെടാൻ തുടങ്ങി. എൻ്റെ ശ്വാസം വെളുത്ത പുകയായി പുറത്തേക്ക് വന്നു. മുൻവശത്തെ വലിയ ഗ്ലാസ്സിൽ ഒരു ചെറിയ വിള്ളൽ വീണു. വളരെ നേർത്തൊരു വിള്ളൽ. പിന്നെ അതൊരു ചിലന്തിവല പോലെ ഗ്ലാസ് മുഴുവൻ പടർന്നു. ഗ്ലാസ് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തകരാം. ഞങ്ങൾ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. സമയം നിശ്ചലമായതുപോലെ. ഒരു നിമിഷം വണ്ടിയുടെ ഹെഡ്ലൈറ്റുകൾ തനിയെ മിന്നിത്തെളിഞ്ഞു. എഞ്ചിൻ്റെ ഇരമ്പൽ പെട്ടെന്ന് തിരികെ വന്നു. ഞാൻ ഞെട്ടി മുന്നോട്ട് നോക്കി. ആ രൂപം അവിടെയില്ല. വെറും കോടമഞ്ഞു മാത്രം. റോഡ് പൂർണ്ണമായും ശൂന്യമാണ്. ഡ്രൈവർ പെട്ടെന്ന് ഉണർന്നതുപോലെ പെരുമാറി. അയാൾ ഗിയർ മാറ്റി ആക്സിലേറ്ററിൽ സർവ്വശക്തിയും എടുത്ത് ചവിട്ടി. വണ്ടി ഒറ്റക്കുതിപ്പിന് മുന്നോട്ടെടുത്തു. വലിയൊരു കുലുക്കം. എൻ്റെ തല സീറ്റിൻ്റെ ഇരുമ്പ് ഫ്രെയിമിൽ ചെന്നിടിച്ചു. നല്ല വേദന തോന്നി. പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. വണ്ടി അവിടെ നിന്ന് മാറിയല്ലോ. ആ മരണത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ. അത് മതി. കാടിൻ്റെ ഇരുട്ടിലേക്ക് ആ പഴയ അശോക് ലൈലാൻഡ് ബസ് പാഞ്ഞു കയറി. വേഗത വളരെ കൂടുതലായിരുന്നു. ഹൈറേഞ്ചിലെ ഇടുങ്ങിയ റോഡിലൂടെ ആ രാത്രിയിൽ ഒരു വണ്ടിയും ആ വേഗതയിൽ പോകില്ല. അണ്ണാ, പതുക്കെ, നമ്മൾ കൊക്കയിലേക്ക് പോകും. കണ്ടക്ടർ സീറ്റിനടിയിൽ നിന്ന് തല ഉയർത്തി വിളിച്ചു പറഞ്ഞു. ഡ്രൈവർ അത് കേട്ട ഭാവം നടിച്ചില്ല. അയാളുടെ കണ്ണുകൾ റോഡിൽ മാത്രമായിരുന്നു. ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയ കൈകൾ സ്റ്റിയറിങ്ങിൽ അമർന്നിരുന്നു. വണ്ടിയുടെ ബോഡി വല്ലാതെ കുലുങ്ങുന്നുണ്ട്. ഓരോ വളവിലും ടയറുകൾ നിലവിളിച്ചു. എൻ്റെ ഹൃദയമിടിപ്പ് കുറയാൻ തുടങ്ങി.
എനിക്ക് ആശ്വാസം തോന്നി തുടങ്ങിയിരുന്നു. പുറകിലെ ആ ചുരണ്ടൽ ശബ്ദവും ഇപ്പോൾ കേൾക്കുന്നില്ല. ഞങ്ങൾ രക്ഷപ്പെട്ടു. എങ്ങനെയോ രക്ഷപ്പെട്ടു. ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. അടുത്തതൊരു വലിയ ഹെയർപിൻ വളവായിരുന്നു. കൊക്കയോട് വളരെ ചേർന്നുള്ള ഒരു കൊടും വളവ്. ഹെഡ്ലൈറ്റിൻ്റെ മഞ്ഞ വെളിച്ചം ആ വളവിലേക്ക് വീണു. എൻ്റെ ശ്വാസം വീണ്ടും നിലച്ചുപോയി. ശരീരത്തിലെ രക്തം തണുത്തുറഞ്ഞു. അവിടെ ആ വളവിൻ്റെ തിരിവിൽ കൊക്കയുടെ വക്കിലായി അതേ രൂപം, അതേ നിൽപ്പ്, ഗ്ലാസിൽ തൊട്ട അതേ വെളുത്ത കൈകൾ. എങ്ങനെ? അത് അസാധ്യമാണ്. ഞങ്ങൾ കിലോമീറ്ററുകൾ പിന്നിട്ടല്ലോ. ഞങ്ങൾ ആ രൂപത്തെ വളരെ പിന്നിലാക്കിയതാണല്ലോ. പിന്നെ എങ്ങനെ അവൾ ഇവിടെ എത്തി? എൻ്റെ യുക്തികൾ പരാജയപ്പെട്ടു. ഡ്രൈവർ ഇത്തവണ വണ്ടി നിർത്തിയില്ല. അയാൾക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു. അയാൾ വണ്ടി വെട്ടിത്തിരിച്ചു. ആ രൂപത്തെ ഇടിച്ചു തെറിപ്പിക്കാനെന്ന പോലെ അയാൾ വണ്ടി അതിന് നേരെ ഓടിച്ചു. ഞാൻ അറിയാതെ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒരു വലിയ ഇടിയുടെ ശബ്ദം ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. വണ്ടി ആ രൂപത്തെ കടന്നുപോയി. ഒരു തണുത്ത കാറ്റ് മാത്രം വണ്ടിക്കുള്ളിലൂടെ കടന്നുപോയി. ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. വണ്ടിയുടെ ചുവന്ന ടൈൽ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ ഞാനത് വ്യക്തമായി കണ്ടു. അവൾ വണ്ടിക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നു. കൈകൾ ഉയർത്തി ഞങ്ങളെ മാടി വിളിക്കുന്നത് പോലെ. അവളുടെ മുഖമില്ലാത്ത തല ഞങ്ങളുടെ വണ്ടി പോകുന്ന ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഞാൻ വേഗം കണ്ണുകൾ വെട്ടിച്ചു. വിയർപ്പ് കണങ്ങൾ എൻ്റെ നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങി. ഇത് ഞങ്ങളെ വിടില്ല. ഞങ്ങളാരും ഇന്ന് വീട്ടിലെത്തില്ല. മുന്നിൽ നിന്നൊരു യാത്രക്കാരൻ ഉറക്കെ കരഞ്ഞു. പ്രായമുള്ള ആ സ്ത്രീ ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ വീണ്ടും അത് ശ്രദ്ധിച്ചത്. എൻ്റെ തൊട്ടുപുറകിലെ സീറ്റിൽ 10ാമത്തെ നിരയിൽ. ഇത്തവണ അത് ഉരസൽ ശബ്ദമല്ല. സീറ്റിൽ നിന്ന് ആരോ എഴുന്നേൽക്കുന്ന ശബ്ദം. പഴയ റെക്സിനിൽ നിന്ന് ഭാരം മാറുമ്പോഴുള്ള ഒരു ഞെരുക്കം. ഇരുമ്പടിക്കണയുള്ള നിലത്ത് നഗ്നമായ കാലുകൾ ചവിട്ടുന്ന ശബ്ദം. നനഞ്ഞ പാദങ്ങൾ നിലത്ത് പതിയുന്ന ശബ്ദം. അത് മുന്നോട്ട് നടക്കുകയാണ്, എൻ്റെ സീറ്റിന് നേരെ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ഓരോ ചുവടിലും വണ്ടിക്കുള്ളിലെ ദുർഗന്ധം കൂടി വന്നു. അഴുകിയ മാംസത്തിൻ്റെയും പഴയ കുളത്തിലെ ചെളിയുടെയും ഗന്ധം. എനിക്ക് ഛർദ്ദിക്കാൻ തോന്നി. ഞാൻ വായ പൊത്തിപ്പിടിച്ചു. ആലോചനകൾ ഇപ്പോൾ എൻ്റെ തൊട്ടു പിന്നിലായി എത്തിയിരിക്കുന്നു. പെട്ടെന്ന് ഡ്രൈവർ തൻ്റെ സീറ്റിൽ നിന്ന് ഉച്ചത്തിൽ അലറി. ആരും പുറകോട്ട് നോക്കരുത്. എന്തു കേട്ടാലും തിരിഞ്ഞു നോക്കരുത്. അയാളുടെ ശബ്ദം കാടിൻ്റെ നിശബ്ദതയെ കീറിമുറിച്ചു. ഇത് പീരുമേട് കാടാണ്. ഈ സമയത്ത് ഈ റോഡിൽ വണ്ടികളിൽ കയറുന്നത് മനുഷ്യർ മാത്രമല്ല. അവർക്ക് വേണ്ടത് നമ്മളെയല്ല, നമ്മുടെ ഭയത്തെയാണ്. അവരെ അവഗണിക്കുക, കണ്ണടച്ചിരിക്കുക. അടുത്ത കവലെത്തുന്നതുവരെ ആരും മിണ്ടരുത്. തിരിഞ്ഞു നോക്കിയാൽ പിന്നെ നിങ്ങളെ എനിക്കും രക്ഷിക്കാൻ കഴിയില്ല. ഡ്രൈവറുടെ വാക്കുകൾ ഞങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തി. അയാൾക്കിതേക്കുറിച്ച് വ്യക്തമായി അറിയാം. അയാൾ ഇതിനു മുമ്പും ഇതനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ റിയർവ്യൂ മിററിലേക്ക് ഒരിക്കൽ പോലും നോക്കാതിരുന്നത്. KSRTCയിലെ പഴയ ഡ്രൈവർമാർക്കിടയിൽ ഈ കാർഡിനെക്കുറിച്ച് അലിഖിതമായ ചില നിയമങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇതുതന്നെയാണ്. രാത്രി 12-ന് ശേഷം ഇടുക്കി ചുരം കയറുമ്പോൾ വണ്ടിയുടെ പുറകിൽ ആരുമില്ലെങ്കിലും ഫുൾ ലോഡാണെന്ന് വിശ്വസിക്കുക. ആരും ടിക്കറ്റ് ചോദിക്കില്ല. ആരും ഇറങ്ങാൻ ബെല്ലടിക്കില്ല. അവരെ അവരുടെ പാട്ടിന് വിടുക. കാലോച്ച എൻ്റെ തൊട്ടുപുറകിൽ വന്നു നിന്നു. അതനങ്ങുന്നില്ല. എനിക്കെൻ്റെ സ്വന്തം ഹൃദയമിടിപ്പ് വലിയ ശബ്ദത്തിൽ കേൾക്കാം. എൻ്റെ പേശികൾ വലിഞ്ഞു മുറുകി. എനിക്ക് ശ്വാസമെടുക്കാൻ കഴിയുന്നില്ല. പുറകിൽ നിന്ന് വലിയൊരു ശ്വാസം എൻ്റെ കഴുത്തിലേക്ക് വീണു. ഐസ് പോലെയുള്ള കാറ്റ്. എൻ്റെ മുടിയിഴകൾ എഴുന്നു നിന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ടു എൻ്റെ കാതിൽ. വളരെ നേർത്തൊരു മന്ത്രിക്കൽ. ഒരു സ്ത്രീയുടെ ശബ്ദമല്ല, അതൊരു പുരുഷൻ്റെ ശബ്ദമാണ്. എനിക്ക് വളരെ പരിചിതമായ ശബ്ദം. എൻ്റെ സ്വന്തം ചേട്ടൻ്റെ ശബ്ദം. അച്ഛന് വയ്യടാ, അച്ഛൻ പോയി, നീ വേഗം വാ. ചേട്ടൻ്റെ അതേ ശബ്ദം, അതേ സങ്കടം. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്ത ചേട്ടൻ്റെ ശബ്ദം ഈ കാട്ടിൽ, ഈ പാതിരാത്രിയിൽ എങ്ങനെ എൻ്റെ ചെവിയിലെത്തി? എൻ്റെ യുക്തി നഷ്ടപ്പെട്ടു. അച്ഛൻ എന്തോ സംഭവിച്ചു. എനിക്ക് തിരിഞ്ഞു നോക്കണം. ചേട്ടൻ എൻ്റെ പുറകിലുണ്ടോ? അതോ എൻ്റെ തോന്നലാണോ? ഞാൻ പതിയെ എൻ്റെ കഴുത്ത് തിരിക്കാൻ ശ്രമിച്ചു. എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം എനിക്ക് നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. തിരിഞ്ഞു നോക്കരുത്. ഡ്രൈവറുടെ ശബ്ദം വീണ്ടും മുഴങ്ങി, ഒരു താക്കീത് പോലെ. ഞാൻ കണ്ണുകൾ വീണ്ടും ഇറുകി അടച്ചു.
എൻ്റെ കൈകൾ സീറ്റിൻ്റെ കമ്പിയിൽ അമർത്തിപ്പിടിച്ചു. ഇല്ല, ഞാൻ നോക്കില്ല. ഇതെന്നെ വീഴ്ത്താനുള്ള ഒരു തന്ത്രമാണ്. കാട്ടിലെ ദുരാത്മാക്കൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗർബല്യത്തെയാണ് മുതലെടുക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ശബ്ദം, നമ്മുടെ സങ്കടം. പെട്ടെന്ന് വലിയൊരു ശബ്ദത്തോടെ വണ്ടിക്കുള്ളിലെ ലൈറ്റുകളെല്ലാം അണഞ്ഞു. പൂർണ്ണമായ ഇരുട്ട്. മുൻവശത്തെ ക്യാബിനിലെ മങ്ങിയ വെളിച്ചം മാത്രം ബാക്കി. വണ്ടി ഇപ്പോഴും നല്ല വേഗതയിൽ കാട്ടിലൂടെ പായുകയാണ്. പുറത്ത് കോടമഞ്ഞ് ഇരുട്ടിനെ കൂടുതൽ കട്ടിയുള്ളതാക്കി. ഞാൻ ശ്വാസമടക്കിയിരുന്നു. കണ്ണുകൾ തുറന്നിട്ടും കാര്യമില്ല, ഒന്നും കാണാൻ കഴിയില്ല. എൻ്റെ വലതുവശത്തെ ജനലിൽ പെട്ടെന്ന് എന്തോ വന്നിടിച്ചു. ഞാൻ ഞെട്ടി പുറത്തേക്ക് നോക്കി. ഓടുന്ന വണ്ടിക്കൊപ്പം പുറത്തിരുട്ടിൽ ഒരു നിഴൽ. അത് ഗ്ലാസ്സിലേക്ക് അതിൻ്റെ മുഖം അമർത്തിയിരിക്കുന്നു. മുഖമില്ലാത്ത ആ രൂപം, അതെ, ആ ഹെയർപിൻ വളവിൽ നിന്ന അതേ വെളുത്ത രൂപം. അത് വായുവിൽ ഒഴുകുകയാണ്, ബസ്സിൻ്റെ അതേ വേഗതയിൽ. അത് ഗ്ലാസ്സിലൂടെ എന്നെ തുറിച്ചു നോക്കുന്നതായി എനിക്ക് തോന്നി. കണ്ണുകളില്ലാത്ത അതിൻ്റെ മുഖത്ത് എൻ്റെ ഭയം പ്രതിഫലിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. എൻ്റെ രക്തം പൂർണ്ണമായും മരവിച്ചു. ഞാൻ ജനലിൽ നിന്ന് പരമാവധി ഉള്ളിലേക്ക് നീങ്ങിയിരുന്നു. അപ്പോൾ എൻ്റെ വലതു തോളിന്മേൽ ഒരു കൈ വന്നു വീണു. എൻ്റെ പുറകിലെ സീറ്റിൽ നിന്നുള്ള ഒരു കൈ, തണുത്തു മരവിച്ച ജീവനില്ലാത്തൊരു കൈ. അതിലെ നീണ്ട കൂർത്ത നഖങ്ങൾ എൻ്റെ ജാക്കറ്റ് തുളച്ച് എൻ്റെ തൊലിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. മാംസം കീറുന്ന വേദന എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ജീവൻ അവിടെ അവസാനിക്കുകയാണെന്ന് ഞാൻ ഉറപ്പിച്ചു. നഖങ്ങൾ എൻ്റെ മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു. വേദനയേക്കാൾ വലിയൊരു മരവിപ്പാണ് എനിക്ക് ആദ്യം അനുഭവപ്പെട്ടത്. കൊടും തണുപ്പുള്ള ഒരു ഇരുമ്പ് കമ്പി ശരീരത്തിലേക്ക് കുത്തിയിറക്കുന്നതുപോലെ. എൻ്റെ തൊണ്ടയിൽ നിന്നും ഒരു നേർത്ത ഞരക്കം മാത്രം പുറത്തു വന്നു. ഒച്ചയെടുക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. ശബ്ദം പുറത്തു വന്നില്ല. ജനൽ ചില്ലിൽ ആ മുഖമില്ലാത്ത രൂപം ഇപ്പോഴും അമർന്നിരിക്കുന്നുണ്ട്. അതിൻ്റെ വെളുത്ത വസ്ത്രം കാറ്റിൽ വല്ലാതെ പറക്കുന്നു. ഉൾഭാഗത്ത് ഇരുട്ടിൽ ആ തണുത്ത കൈകളെൻ്റെ ജീവൻ വലിച്ചെടുക്കുകയാണ്. ചോരയുടെ ഗന്ധം വണ്ടിക്കുള്ളിലെ ഡീസലിൻ്റെ മണത്തെ പൂർണ്ണമായും മറികടന്നു. എൻ്റെ ബോധം പതിയെ മറയാൻ തുടങ്ങി. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. പെട്ടെന്ന് വലിയൊരു കുലുക്കം. ബസ് വലിയൊരു കുഴിയിലേക്ക് വീണു കയറിയതാണ്. വണ്ടി ഒരു നിമിഷം വായുവിൽ ഉയർന്നതുപോലെ തോന്നി. എൻ്റെ തോളിന്മേലുള്ള പിടി പെട്ടെന്നയഞ്ഞു. ഞാൻ എൻ്റെ സർവ്വശക്തിയുമെടുത്ത് മുന്നോട്ടാഞ്ഞു. എൻ്റെ ലെതർ ജാക്കറ്റ് വലിയ ശബ്ദത്തോടെ കീറിപ്പോയി. ഞാൻ സീറ്റുകൾക്കിടയിലുള്ള നിലത്തേക്ക് മലർന്നു വീണു. ഇരുമ്പടിക്കണയിലെ കൊടും തണുപ്പ് എൻ്റെ മുഖത്തടിച്ചു. എൻ്റെ തോളിൽ നിന്നും ചൂടുള്ള ചോര നിലത്തേക്ക് ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. അണ്ണാ, വണ്ടി നിർത്തരുത്, നമ്മൾ മരിക്കും. കണ്ടക്ടർ സീറ്റിനടിയിൽ നിന്ന് അലറിക്കരഞ്ഞു. വണ്ടി ഒരു കൊടും വളവ് തിരിഞ്ഞു. ടയറുകൾ ടാറിലുരസി അസഹനീയമായ ശബ്ദം പുറപ്പെടുവിച്ചു. പുറത്തെ മഞ്ഞിപ്പോൾ തകർന്ന ജനൽ ചില്ലിലൂടെ ബസ്സിനുള്ളിലേക്ക് ഇരച്ചു കയറുകയാണ്. ഞാൻ നിലത്ത് തന്നെ കിടന്നു. തല ഉയർത്തി നോക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. എൻ്റെ പുറകിൽ നിന്ന് ഇപ്പോഴും വലിയൊരു ശ്വാസോച്ഛ്വാസം കേൾക്കാം. അതൊരു മനുഷ്യൻ്റെ ശ്വാസമല്ല, ഒരു വന്യമൃഗത്തെ പോലെ അത് ചീറ്റുന്നുണ്ട്. അതെന്നെ തിരയുകയാണ്. എന്നെ കാണാതായതിൻ്റെ ദേഷ്യം ആ ശ്വാസത്തിലുണ്ട്. അപ്പോഴാണ് ആ വലിയ മാറ്റം സംഭവിച്ചത്. ബസ്സിൻ്റെ വേഗത പെട്ടെന്ന് കുറയാൻ തുടങ്ങി. എഞ്ചിൻ്റെ ശബ്ദം മാറി. വണ്ടി കിതയ്ക്കുന്നു. ഡീസൽ തീർന്നതുപോലെ, അല്ലെങ്കിൽ എഞ്ചിൻ തകരാറിലായതുപോലെ. ആക്സിലേറ്റർ കൊടുത്തിട്ടും വണ്ടി മുന്നോട്ട് പോകുന്നില്ല. വണ്ടി നിൽക്കാൻ പോവുകയാ. ഡ്രൈവർ അലറി വിളിച്ചു. അയാളുടെ ശബ്ദത്തിൽ മരണഭയമുണ്ടായിരുന്നു. അയാൾ ഗിയറുകൾ മാറ്റി നോക്കി. ഒരു കാര്യവുമില്ല. മുൻവശത്തെ ഹെഡ്ലൈറ്റുകൾ പെട്ടെന്ന് മങ്ങിത്തുടങ്ങി. വെളിച്ചം പൂർണ്ണമായും ഇല്ലാതാകുന്നു. ഇല്ല, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇത് വളഞ്ഞങ്ങാനം കാടുകളാണ്. ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ ഗർത്തമുള്ള പ്രദേശം. പകൽ വെളിച്ചത്തിൽ പോലും ഡ്രൈവർമാർ ഇവിടെ വണ്ടി നിർത്താൻ ഭയക്കാറുണ്ട്. പതുക്കെ പതുക്കെ വണ്ടി ഒരു വലിയ മരത്തിന് കീഴിലായി നിന്നു. എഞ്ചിൻ പൂർണ്ണമായും ഓഫായി. പൂർണ്ണ നിശബ്ദത. കാടിൻ്റെ മാത്രം നിശബ്ദത. വണ്ടിക്കുള്ളിലെ മഞ്ഞ വെളിച്ചം മാത്രം അവശേഷിച്ചു. അതെപ്പോൾ വേണമെങ്കിലും അണയാം. അണ്ണാ, കണ്ടക്ടർ വിങ്ങിപ്പൊട്ടി. അയാൾക്ക് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ ശ്വാസമടക്കി പിടിച്ച് നിലത്ത് തന്നെ കിടന്നു. പുറകിലെ സീറ്റിൽ നിന്നുള്ള ആ കാലച്ച ഞാൻ വീണ്ടും കേട്ടു. എൻ്റെ ചോരപ്പാടുകൾ അന്വേഷിച്ച് അത് വരികയാണ്. അത് മുന്നോട്ട് നടക്കുന്നു.
ഈ കനത്ത ഇരുട്ടിൽ അതെൻ്റെ തൊട്ടരികിലെത്തിക്കഴിഞ്ഞു. അതിൻ്റെ നനഞ്ഞ പാദങ്ങൾ എൻ്റെ തലയ്ക്ക് തൊട്ടു മുന്നിൽ നിൽക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. വിളറിയ സിരകൾ തെളിഞ്ഞ പാദങ്ങൾ. അതിൽ നിന്നും മണ്ണും ചെളിയും വണ്ടിയുടെ തറയിലേക്ക് ഇറ്റു വീഴുന്നു. ഞാൻ കണ്ണുകൾ ഇറുകെ അടച്ചു. മരണം എൻ്റെ തൊട്ടു മുന്നിലാണ്. പെട്ടെന്ന് എൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്തു. ഒരു വലിയ ഞെട്ടലോടെ ഞാൻ കണ്ണു തുറന്നു. ഫോണിൻ്റെ സ്ക്രീൻ പ്രകാശിച്ചിരിക്കുന്നു. സിഗ്നൽ തിരികെ വന്നിരിക്കുന്നു. ആ ചെറിയ വെളിച്ചം ബസ്സിനുള്ളിലെ ആ ഭാഗത്ത് വലിയൊരു പ്രകാശമായി മാറി. ആ വെളിച്ചത്തിൽ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ കാലുകൾ പെട്ടെന്ന് പുറകോട്ട് മാറി. അത് വെളിച്ചത്തെ ഭയക്കുന്നു. ഞാൻ സ്ക്രീനിലേക്ക് നോക്കി. ചേട്ടൻ്റെ പേരാണ് അതിൽ കാണിക്കുന്നത്. വിളിക്കുന്നത് ചേട്ടനാണ്. എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തോളിലെ വേദന കാരണം വലതു കൈ ഉയർത്താൻ കഴിയുന്നില്ല. ഞാൻ ഇടതു കൈ കൊണ്ട് പാടുപെട്ട് ഫോൺ എടുത്തു. സ്ക്രീനിൽ വിരലമർത്തി കോൾ അറ്റൻഡ് ചെയ്തു. ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ. എൻ്റെ ശബ്ദം വിറച്ചു. തൊണ്ട വരണ്ടുണങ്ങിയിരുന്നു. അപ്പുറത്തുനിന്ന് ചേട്ടൻ്റെ ശബ്ദം വളരെ വ്യക്തമായി, ഒരു പരിഭ്രമവുമില്ലാതെ. എടാ, നീ എവിടെയാ? ഇവിടെ അച്ഛന് കുഴപ്പമൊന്നുമില്ല. വെറും ഗ്യാസ് കയറിയതാ. നെഞ്ചുവേദന വന്നപ്പോൾ വല്ലാതെ പേടിച്ചു പോയി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി വീട്ടിലെത്തി. നീ ഈ പാതിരാത്രിക്ക് ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. എവിടെയെങ്കിലും റൂം എടുത്ത് കിടന്നിട്ട് രാവിലെ വന്നാൽ മതി. ഞാൻ തണുത്തുറഞ്ഞുപോയി. എൻ്റെ ശ്വാസം നെഞ്ചിൽ കുരുങ്ങി. ചേട്ടാ, അപ്പോൾ നേരത്തെ എന്നെ വിളിച്ചിട്ട് അച്ഛൻ പോയെന്ന്? ഞാൻ പാതിയിൽ നിർത്തി. എന്ത്? ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ. നിനക്ക് സിഗ്നൽ ഇല്ലായിരുന്നു. ഞാൻ കുറേ ട്രൈ ചെയ്തു. നിനക്കെന്താ വട്ടായോ? ചേട്ടൻ്റെ സ്വരത്തിൽ ദേഷ്യം കലർന്നിരുന്നു. കോൾ പെട്ടെന്ന് കട്ടായി. ഫോണിൽ വീണ്ടും നോ സർവീസ് എന്ന് തെളിഞ്ഞു. സ്ക്രീനിലെ വെളിച്ചമണഞ്ഞു. എൻ്റെ തലച്ചോർ പൂർണ്ണമായും മരവിച്ചു പോയി. എൻ്റെ ഹൃദയം പടപടാമിടിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ചു മുമ്പ് എൻ്റെ ചെവിയിൽ വന്ന് അച്ഛൻ മരിച്ച കാര്യം പറഞ്ഞതാരാണ്? എൻ്റെ ചേട്ടൻ്റെ അതേ ശബ്ദത്തിൽ എന്നോട് സംസാരിച്ചതാരാണ്? എന്നെക്കൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കാൻ വേണ്ടി അതൊരുക്കിയ ഒരു കെണിയായിരുന്നു അത്. ആ ചിന്ത എന്നെ ഭ്രാന്തനാക്കി. കാട്ടിലെ ദുരാത്മാക്കൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗർബല്യത്തെയാണ് മുതലെടുക്കുന്നതെന്ന് ഡ്രൈവർ പറഞ്ഞത് എത്ര സത്യമാണ്. ഞാൻ പതുക്കെ എഴുന്നേറ്റു. ചോരയൊലിക്കുന്ന തോളിൽ അമർത്തിപ്പിടിച്ചു. ഇരുട്ടിലേക്ക് കണ്ണുകൾ നട്ടു. മുന്നിൽ നിന്ന ആ കാലുകൾ ഇപ്പോൾ അവിടെയില്ല. ഞാൻ ദീർഘമായി ശ്വാസമെടുത്ത് മുന്നോട്ട് നോക്കി. വണ്ടിക്കുൾവശം പൂർണ്ണ നിശബ്ദമാണ്. അണ്ണാ, വണ്ടിയെടുക്ക്, ഞാൻ വിളിച്ചു പറഞ്ഞു. എൻ്റെ ശബ്ദം ആ ഒഴിഞ്ഞ ബസ്സിൽ മുഴങ്ങി പ്രതിധ്വനിച്ചു. മറുപടി ഉണ്ടായില്ല. ഞാൻ കണ്ടക്ടറെ വിളിച്ചു. ആരും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ വേച്ചു മുന്നോട്ട് നടന്നു. ക്യാബിനിലെ വെളിച്ചം ഇപ്പോഴുമുണ്ട്. ഞാൻ ഡ്രൈവറുടെ സീറ്റിനടുത്തെത്തി. എൻ്റെ ശരീരത്തിലെ അവസാന തുള്ളി രക്തവും ഉറഞ്ഞുപോയി. അവിടെ ഡ്രൈവറില്ല. സ്റ്റിയറിംഗ് വീൽ പൂർണ്ണമായും ശൂന്യമാണ്. ഞാൻ കണ്ടക്ടറുടെ സീറ്റിനടിയിലേക്ക് നോക്കി. അവിടെയും ആരുമില്ല. അയാൾ അപ്രത്യക്ഷനായിരിക്കുന്നു. ഞാൻ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി. വണ്ടിയിൽ ഉറങ്ങിക്കിടന്ന ആ പ്രായമുള്ള സ്ത്രീ, ആ മനുഷ്യൻ. എല്ലാവരുടെയും സീറ്റുകൾ കാലിയാണ്. അവരുടെ സാധനങ്ങൾ പോലുമില്ല. ഈ വലിയ ബസ്സിൽ ഇപ്പോൾ ഞാൻ മാത്രമാണ്. ഞാൻ പൂർണ്ണമായും തനിച്ചാണ്. ഈ കാടിന് നടുവിൽ, ഈ കോടമഞ്ഞിൽ, ഈ ഇരുമ്പുകൂട്ടിൽ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഞാൻ ബസ്സിൻ്റെ മുൻവാതിലിനടുത്തേക്ക് ഓടി. വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ അതിൽ ആഞ്ഞടിച്ചു. അതനങ്ങുന്നില്ല. പുറത്തു വെറും കോടമഞ്ഞ് മാത്രം. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ തിരിഞ്ഞു നിന്നു. അപ്പോഴാണ് ഡ്രൈവറുടെ സീറ്റിന് മുകളിലുള്ള വലിയ റിയർവ്യൂ മിററിലേക്ക് എൻ്റെ കണ്ണുകൾ പോയത്. മഞ്ഞ വെളിച്ചത്തിൽ ആ കണ്ണാടി തിളങ്ങുന്നുണ്ടായിരുന്നു. ആ വലിയ കണ്ണാടിയിലൂടെ ബസ്സിൻ്റെ പുറകിലെ ഭാഗം വ്യക്തമായി കാണാം. എൻ്റെ കണ്ണുകൾ 10ാമത്തെ നിരയിലേക്ക് നീണ്ടു. അവിടെ ആ ഒഴിഞ്ഞ സീറ്റിൽ ഡ്രൈവറും കണ്ടക്ടറും ആ പ്രായമുള്ള സ്ത്രീയും മറ്റ് യാത്രക്കാരും തിങ്ങി ഞെരുങ്ങിയിരിക്കുന്നു. അവരുടെ വസ്ത്രങ്ങൾ ചെളിയിൽ കുതിർന്നിരുന്നു. അവരുടെ കണ്ണുകൾ പൂർണ്ണമായും വെളുത്തിരുന്നു. കൃഷ്ണമണികൾ ഉണ്ടായിരുന്നില്ല. അവരുടെ മുഖത്ത് ജീവൻ്റെ ഒരു തുടിപ്പുമില്ല. അവരെല്ലാവരും ഒരേപോലെ, ഒരേ ഭാവത്തിൽ കണ്ണാടിയിലൂടെ എന്നെ തന്നെ തുറിച്ചു നോക്കി പുഞ്ചിരിക്കുകയാണ്. ഒരു പൈശാചികമായ പുഞ്ചിരി. പെട്ടെന്ന് എൻ്റെ തൊട്ടുമുന്നിലെ സ്റ്റിയറിംഗ് വീൽ തനിയെ കറങ്ങാൻ തുടങ്ങി. എഞ്ചിൻ വലിയ ശബ്ദത്തോടെ ഗർജിച്ചു. വാതിലുകൾ വലിയ ശബ്ദത്തോടെ കൊട്ടിയടയ്ക്കപ്പെട്ടു. ബസ്സിൻ്റെ ഹെഡ്ലൈറ്റുകൾ തിളങ്ങി.
ഡീസലിൻ്റെ ഗന്ധത്തോടൊപ്പം കരിഞ്ഞ മാംസത്തിൻ്റെ രൂക്ഷഗന്ധം വണ്ടിക്കുള്ളിൽ നിറഞ്ഞു. ബസ് അതിവേഗത്തിൽ മുന്നോട്ട് കുതിക്കാൻ തുടങ്ങി. ഇരുട്ടിലേക്ക് വലിയൊരു കൊക്ക ലക്ഷ്യമാക്കി. ബസ് അസാമാന്യ വേഗതയിൽ പാഞ്ഞു. ഡ്രൈവറില്ലാതെ സ്റ്റിയറിംഗ് വീൽ തനിയെ കറങ്ങുന്നു. എൻ്റെ കണ്ണുകളിപ്പോഴും ആ റിയർ വ്യൂ മിററിലായിരുന്നു. പുറകിലിരിക്കുന്ന ആ ജീവനില്ലാത്ത രൂപങ്ങൾ. അവരുടെ വെളുത്ത കണ്ണുകൾ എന്നെ തന്നെയാണ് നോക്കുന്നത്. അവരുടെ ചിരി കൂടുതൽ ഭയാനകമായി. ആ ചിരി ഒരു അലർച്ചയായി വണ്ടിക്കുള്ളിൽ മുഴങ്ങി. ബസിൻ്റെ ഇരുമ്പ് ഫ്രെയിമുകൾ വലിയ ശബ്ദത്തോടെ ഉറച്ചു. ഞാൻ ഡ്രൈവറുടെ സീറ്റിലേക്ക് എടുത്തു ചാടി. എൻ്റെ തോളിലെ മുറിവിൽ നിന്നും ചോര വാർന്നുകൊണ്ടിരുന്നു. പക്ഷെ വേദന എനിക്ക് ആ സമയത്തൊരു പ്രശ്നമേ അല്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഈ വണ്ടി നിർത്തണം. ഞാൻ സ്റ്റിയറിംഗ് വീലിൽ മുറുകെ പിടിച്ചു. അത് വളരെ തണുത്തിരുന്നു, ഐസ് കട്ട പോലെ. എൻ്റെ കൈകൾ അതിൽ നിന്നും വഴുതി മാറാൻ പോയി. ഞാൻ സർവ്വശക്തിയുമെടുത്ത് ബ്രേക്കിൽ ചവിട്ടി. ഒന്നും സംഭവിച്ചില്ല. ബ്രേക്ക് പാഡുകൾക്ക് ജീവനില്ല. ആക്സിലേറ്റർ തനിയെ താഴേക്ക് അമർന്നിരിക്കുന്നു. വണ്ടി ഒരു കൊടും വളവിലേക്ക് അടുത്തു. ഒരു വശത്ത് കൂറ്റൻ പാറക്കെട്ട്, മറുവശത്ത് ഭയാനകമായ കൊക്ക. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മഞ്ഞിൽ തട്ടിച്ചിതറി. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് എൻ്റെ പുറകിൽ നിന്ന് ആ പഴയ ഉരസൽ ശബ്ദം കേട്ടു. ഇത്തവണ അത് വളരെ അടുത്തായിരുന്നു. എൻ്റെ തൊട്ടു പിന്നിൽ നിന്ന് ആ വെളുത്ത രൂപം. എൻ്റെ കഴുത്തിലേക്ക് വീണ്ടും ആ തണുത്ത ശ്വാസം വന്നു പതിച്ചു. നീയും വരുന്നു ഞങ്ങളുടെ കൂടെ. ഒരു നേർത്ത മന്ത്രിക്കൽ. എൻ്റെ മനസ്സിലൂടെ അച്ഛൻ്റെയും അമ്മയുടെയും ചേട്ടൻ്റെയും മുഖങ്ങൾ മിന്നിമറഞ്ഞു. ഇല്ല, ഞാൻ മരിക്കാൻ തയ്യാറല്ല. ഈ ദുരാത്മാക്കൾക്ക് എന്നെ വിട്ടുകൊടുക്കില്ല. ഞാൻ സ്റ്റിയറിംഗ് വീൽ പൂർണ്ണ ശക്തിയോടെ ഇടത്തേക്ക് തിരിച്ചു. പാറക്കെട്ടിന് നേരെ. കൊക്കയിലേക്ക് വീഴുന്നതിലും നല്ലത് പാറയിൽ ഇടിച്ചു നിൽക്കുന്നതാണ്. വലിയൊരു സ്ഫോടന ശബ്ദം. ബസിൻ്റെ മുൻഭാഗം പാറയിലേക്ക് ഇടിച്ചു കയറി. ചില്ലുകൾ വലിയ ശബ്ദത്തോടെ തകർന്നു. ഞാൻ മുന്നിലെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് തെറിച്ചു വീണു. എൻ്റെ തല ഒരു കല്ലിൽ വന്നിടിച്ചു. അസഹനീയമായ വേദന. കണ്ണുകളിൽ ഇരുട്ട് മൂടാൻ തുടങ്ങി. ബോധം മറയുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ ആ കാഴ്ച കണ്ടു. ബസ് പാറയിൽ ഇടിച്ചു നിന്നിരിക്കുന്നു. അതിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പക്ഷേ അതിനുള്ളിൽ ആരുമില്ല. എൻ്റെ കൂടെ യാത്ര ചെയ്ത ഒരാൾ പോലും. ആ വെളുത്ത രൂപവുമില്ല. ഒരു തീപ്പൊരി ആ ഡീസൽ ടാങ്കിലേക്ക് വീണു. വണ്ടി വലിയൊരു അഗ്നിഗോളമായി മാറി. വണ്ടി കത്തിയമരാൻ തുടങ്ങി. ആ തീയുടെ ചൂട് എൻ്റെ മുഖത്തേക്ക് അടിച്ചു. ഞാൻ കണ്ണുകൾ അടച്ചു. പതിയെ എൻ്റെ ബോധം മറഞ്ഞു. മരവിപ്പിക്കുന്ന തണുപ്പാണ് പിന്നെ എന്നെ ഉണർത്തിയത്. മുഖത്തേക്ക് നേർത്ത ചാറ്റൽ മഴ വീഴുന്നുണ്ട്. ഞാൻ പതിയെ കണ്ണുകൾ തുറന്നു. പകൽ വെളിച്ചം. കോടമഞ്ഞില്ല. ചുറ്റും കാടാണ്. എൻ്റെ തല വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. തോളിൽ വലിയൊരു ഭാരം. ഞാൻ തിരിഞ്ഞു നോക്കി. എൻ്റെ തോളിൽ 3 ആഴത്തിലുള്ള നഖപ്പാടുകൾ. രക്തം കട്ട പിടിച്ചിരിക്കുന്നു. ഞാൻ ചുറ്റും നോക്കി. ഞാൻ കിടക്കുന്നത് ഒരു വലിയ ഗർത്തത്തിൻ്റെ വക്കിലാണ്. താഴെ അഗാധമായ കൊക്കയാണ്. ഞാൻ പതിയെ എഴുന്നേറ്റ് നിന്നു. എൻ്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരുന്നു. ചെളി പുരണ്ടിട്ടുണ്ട്. എവിടെയാണ് ആ ബസ്? ഞാൻ അന്വേഷിച്ചു. ഒരിടത്തും ആ കരിഞ്ഞ ബസിൻ്റെ അവശിഷ്ടങ്ങളില്ല. ഒരു തുള്ളി ഡീസലിൻ്റെ മണമില്ല. ടാറിട്ട റോഡിൽ വണ്ടി ഉറഞ്ഞ പാടുകളുമില്ല. പെട്ടെന്നൊരു കാറിൻ്റെ ഹോൺ ശബ്ദം കേട്ടു. ഞാൻ റോഡിലേക്ക് നോക്കി. ഒരു ജീപ്പ് വരുന്നതാണ്. ഞാൻ കൈ കാണിച്ചു. ജീപ്പ് എൻ്റെ അടുത്ത് വന്ന് നിന്നു. അതിലൊരു പോലീസുകാരനും ഡ്രൈവറും ഉണ്ടായിരുന്നു. എന്താ ഇവിടെ? തനിക്കെന്താ പറ്റിയത്? പോലീസുകാരൻ ചോദിച്ചു. സാർ, ഞാൻ വന്ന ബസ് അതിവിടെ ഇടിച്ചു. അതിലുണ്ടായിരുന്നവർ. എൻ്റെ വാക്കുകൾ ഇടറി. പോലീസുകാരൻ എന്നെ സൂക്ഷിച്ചു നോക്കി. ഏത് ബസ്? ഈ വഴി രാത്രി 7 മണി കഴിഞ്ഞാൽ ഒരു വണ്ടിയും വരില്ല. ഇത് പഴയ റോഡാണ്. പുതിയ ഹൈവേ വന്നതിന് ശേഷം ഇതുവഴി KSRTC ബസ് പോകാറില്ല. അല്ല സാർ, ഞാൻ കോട്ടയത്തു നിന്നാണ് കയറിയത്. ഇടുക്കി ഫാസ്റ്റ് പാസഞ്ചർ. അതിൽ ഡ്രൈവറും കണ്ടക്ടറും. ഞാൻ പറയാൻ ശ്രമിച്ചു. പോലീസുകാരൻ ഡ്രൈവറെ നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നു. താൻ ഈ കൊക്കയിലേക്കൊന്ന് നോക്കിക്കേ. ഞാൻ താഴേക്ക് നോക്കി. അഗാധമായ ഗർത്തം. അതിൻ്റെ അടിയിൽ പച്ചപ്പുല്ലുകൾക്കിടയിൽ ഞാനത് കണ്ടു. ഒരു വലിയ ഇരുമ്പുകൂട്. തുരുമ്പെടുത്ത തകർന്നൊരു KSRTC ബസിൻ്റെ അവശിഷ്ടം.
അത് 10 വർഷം മുമ്പ് മറിഞ്ഞ ഇടുക്കി ഫാസ്റ്റ് പാസഞ്ചറാണ്. രാത്രി 12 മണിക്ക് ഈ കൊക്കയിലേക്ക് മറിഞ്ഞു. ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 14 പേർ മരിച്ചു. അതിനുശേഷമാണ് ഈ വഴി വണ്ടികൾ നിരോധിച്ചത്. പോലീസുകാരൻ പറഞ്ഞു. എൻ്റെ രക്തം തണുത്തുറഞ്ഞു. എൻ്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി യാത്ര ചെയ്തതോ, എന്നെ വിളിച്ചു കയറ്റിയതോ? ഞാൻ എൻ്റെ തോളിലെ മുറിവുകളിലേക്ക് വീണ്ടും നോക്കി. ആ നഖപ്പാടുകൾ എന്നെ പരിഹസിക്കുന്നത് പോലെ തോന്നി. വാ, വണ്ടിയിൽ കയറ്, ഞാൻ ആശുപത്രിയിൽ കൊണ്ടാക്കാം. ഈ വഴി ഒറ്റയ്ക്ക് നടന്നാൽ പലതും തോന്നും, പോലീസുകാരൻ പറഞ്ഞു. ഞാനൊന്നും മിണ്ടാതെ ജീപ്പിന് പുറകിൽ കയറി. ജീപ്പ് മുന്നോട്ടെടുത്തു. ഞാൻ ആ കൊക്കയിലേക്ക് ഒന്നുകൂടി നോക്കി. ആ തുരുമ്പിച്ച ബസ്സിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ 10ാമത്തെ നിരയിലെ ഒഴിഞ്ഞ സീറ്റിനടുത്ത് ആ വെളുത്ത രൂപം നിൽപ്പുണ്ടായിരുന്നു. അതെന്നെ നോക്കി കൈവീശുന്നുണ്ടായിരുന്നു. അവളുടെ മുഖം ഇപ്പോഴും അവ്യക്തമായിരുന്നു. പക്ഷെ ആ ചിരി എനിക്ക് കേൾക്കാമായിരുന്നു. എൻ്റെ കാതുകളിൽ ആ ഉരസൽ ശബ്ദം വീണ്ടും മുഴങ്ങി. ഞാൻ ജീപ്പിൻ്റെ കമ്പിയിൽ മുറുകെ പിടിച്ചു. ഇനി ഒരിക്കലും ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കില്ല. എൻ്റെ തോളിലെ ആ പാടുകളിൽ ഇപ്പോഴും വല്ലാത്തൊരു തണുപ്പാണ്. മരണം എന്നെ തൊട്ടുമാറിയതിൻ്റെ അടയാളം. ജീവനോടെ ഇരിക്കുന്നതിന് ഞാൻ ആരോടാണ് നന്ദി പറയേണ്ടത്? ആ ജീവനില്ലാത്ത ഡ്രൈവറോടോ, അതോ എൻ്റെ സ്വന്തം ഭയത്തോടോ? അറിയില്ല. ഒന്ന് മാത്രം ഉറപ്പാണ്, ഹൈറേഞ്ചിലെ ആ രാത്രി വണ്ടികൾ ഇപ്പോഴും ഓടുന്നുണ്ട്, നമ്മളറിയാത്ത വഴികളിലൂടെ, അദൃശ്യരായ യാത്രക്കാരുമായി.